ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാറ്റിൻ റിബണും കൊണ്ടൊരു ഹെയർ ബോ മേക്ക് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു സാറ്റിൻ റിബണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. വീതി 2 സെൻറ്റിമീറ്ററും നീളം 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു റിബണ് നമ്മൾ ആ 1 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നിട്ട് നമുക്കതിൻ്റെ സൈഡ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം നമ്മളൊന്ന് ഉരുക്കി കൊടുക്കാൻ, അല്ലെ ഉരുക്കി കൊടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ നൂല് ഇങ്ങനെ വലിഞ്ഞ് വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ സൈഡ് രണ്ടും ഉരുക്കി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി നടുക്ക് ഭാഗത്തായിട്ട് വന്നിട്ട് ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഒരേ ലെവലിൽ വരണം. അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മടക്കി എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 8 എണ്ണമാണ് വേണ്ടത്. ഞാനിപ്പോൾ ആദ്യത്തെ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു 6 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു റിബൺ എടുത്ത ശേഷം അതിൻ്റെ നടുഭാഗമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു അറ്റഭാഗം ഈ മടക്കി വെച്ചേക്കുന്നതിൻ്റെ ഈ ഒരു സൈഡൊന്ന് നമുക്ക് ഉരുക്കി കൊടുക്കാം. ഉരുക്കി കൊടുക്കുമ്പോൾ ഒരു ഷേപ്പ് പോലെ ആകാൻ വേണ്ടിയാണ് ഉരുക്കി കൊടുക്കുന്നത്. അങ്ങനെ ഉരുക്കി കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോയിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അതിനായിട്ടാണ് ഞാൻ അങ്ങനെ ഉരുക്കി കൊടുക്കുന്നത്. അതിന് ശേഷം അടിഭാഗത്തായിട്ടും നമുക്ക് ആ 2 റിബണിൻ്റെ എൻ്റെ ഭാഗം കൂടെ ചേർത്തിട്ട് ഉരുക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കിയിട്ട് മടക്കിയിട്ട് എന്നിട്ട് ആ 2 സൈഡും ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം പിന്നെ ഈ 2 സൈഡും കൂടെ തിരിച്ചിങ്ങോട്ട് മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉരുക്കി കൊടുക്കുമ്പോൾ അതൊരു ഷേപ്പ് ഒരു ഫ്ലവറിൻ്റെ ഇതൾ പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലത്തെ 8 എണ്ണമാണ് വേണ്ടത്. ഞാൻ മുമ്പ് 7 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ സാറ്റിൻ റിബൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഹെയർ ബാൻഡാണ്. നമുക്ക് ഏകദേശം ഒരു 30-35 രൂപയ്ക്കൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 8 എണ്ണമാണ് വേണ്ടത്. 8 ഇതളാണ് വേണ്ടത്. ആദ്യം ഞാൻ ആ ഒരു സിൽവർ ബോയിൽ ഈ സാറ്റൻ റിബണ് ചുറ്റി കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്താൽ അത്ര ഭംഗിയായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതളുകളൊക്കെ നമ്മൾ അത് ഉണ്ടാക്കി വെച്ചില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് സൂചി നൂലും വെച്ചിട്ട് കോർത്ത് കൊടുക്കാം. കോർത്ത് ഒന്ന് കെട്ടി ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കി ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനായിട്ട് ഈ ഒരു സൈഡിൽ തന്നെ കോർത്തെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ കോർത്തിട്ട് പിന്നെ അപ്പുറം വഴി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ മിസ്റ്റേക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചാൽ കോർക്കുന്നെങ്കിൽ അതേ സൈഡിൽ തന്നെ ബാക്കിയെല്ലാം കോർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരത്തില്ല. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് കോർത്തെടുക്കാം. അവിടെ ഒന്ന് ഉരുക്കി കൊടുത്തത് അധികം ഇളകി പോന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അതൊന്ന് നല്ല രീതിക്ക് മടക്കി കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് കോർത്തെടുക്കും. അങ്ങനെ ഇങ്ങനെ 8 എണ്ണം ഞാൻ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇതിൽ കോർത്ത് ആ ഒരു
ഭാഗത്തും ഒന്നും കൂടെ ഒന്ന് കോർത്ത് കെട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്ലവറിൻ്റെ അതേ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. കയ്യിലൊന്നും കൊണ്ട് കയറാതെ സൂക്ഷിച്ചിട്ട് വേണം സൂചിയും കൊണ്ട് നമ്മൾ അതൊന്ന് കോർത്തെടുക്കാൻ. കണ്ടു, ഇതുപോലെ നല്ല ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായിട്ടുണ്ട്. കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു സാറ്റിൻ റിബൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കി നമുക്ക് അതിൻ്റെ അടിഭാഗത്തിൽ ആ നൂലൊന്ന് നന്നായിട്ടൊന്ന് കോർത്ത് കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുത്ത ശേഷം ആ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബഞ്ച് ഫ്ലവറിൽ നിന്ന് ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഇങ്ങനെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവർ. ഇത് വെച്ചിട്ടൊരു ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഹെയർ ബാൻഡാണ്, നല്ല ഭംഗിയാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാൻ B7000 ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അത് ഹെയർ ബാൻഡിൽ നിന്ന് ചെയ്ത ശേഷം ഇതുപോലെ ആ ബാക്കി വരുന്ന കമ്പിയില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ ഈ ബഞ്ച് ഫ്ലവറിൻ്റെ ഒരു കമ്പി വരുന്നുണ്ട്, അതൊന്ന് അവിടെ ചുറ്റിക്കൊടുക്കാം. ചുറ്റിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഗ്ലൂവും കൂടെ ചേർത്ത് കൊണ്ട് പെട്ടെന്നൊന്നും അത് പറഞ്ഞൊന്നും പോകത്തില്ല. പിള്ളേരൊക്കെയാണ് വലിച്ച് ഇങ്ങനെ എടുത്താലും പറഞ്ഞൊന്നും പോകത്തില്ല, സേഫ്റ്റിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എൻഡ് ഭാഗം താഴോട്ടല്ല മേലോട്ടാക്കുന്ന രീതിയിൽ തന്നെ എടുക്കുക. കാരണം കുട്ടികളുടെ തലയിലൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോയാണ്. കണ്ടോ, ഇതുപോലത്തെ ബോയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിഷ്ടം പോലെ സെയിൽ കിട്ടും. പിന്നെ വലിയ വിലയിൽ നമുക്ക് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഹെയർ ബോ നോക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നത്തില്ല. ഒരു 30, 35, 40 രൂപയ്ക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് സെയിലാക്കി എടുക്കാം. നിങ്ങൾക്കറിയാം ഇതിൻ്റെ എത്ര രൂപ വരുമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്കതിൽ നല്ലൊരു ലാഭവും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബോ ആണെങ്കിലും മേക്ക് ചെയ്ത് സെയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.